14 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 30 സ്ക്വയറിൻ്റെ വില കാണുക. ഇതെന്താണ്? 14 മുതൽക്ക് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. 14 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണിത്. ഇതിന് നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 30 സ്ക്വയർ. ഇതെന്താ? 1 മുതൽക്ക് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. 1 മുതൽക്ക് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. അതിന്ന് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 13 സ്ക്വയർ അല്ലേ? ഇത് 1 മുതൽക്ക് 30 വരെ മൊത്തം 1 മുതൽക്ക് 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. അതിന്ന് 1 മുതൽക്ക് 13 വരെ, ഇതിൻ്റെ ഇടതുവശത്ത് അതാണല്ലോ വരുന്നത് ഇതിന് മുമ്പ്. അപ്പോൾ 1 മുതൽക്ക് 13 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നതാണ്, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതെന്താ? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക സൂത്രവാക്യം എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1/6. ഇവിടെ ഈ സൂത്രവാക്യം തന്നെയാണ്. നമുക്ക് വില കൊടുക്കാം, കാരണം രണ്ടും അത് തന്നെയാണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം ഉണ്ട്. വില കൊടുക്കുമ്പോൾ എന്ത് വരും? n 30 ഇൻറ്റു n+1 31 ഇൻറ്റു 2n+1, അതായത് 2 ഇൻറ്റു 30 61 61/6. ഇത് അതുപോലെ ഇവിടെ എന്ത് വരും? എന്താ മാറ്റം വരിക? n മാത്രം മാറ്റം വരും, ബാക്കിയൊന്നും മാറ്റമില്ല. അപ്പോൾ n എത്ര? ഇവിടെ 13 അല്ലേ? അപ്പോൾ ഇത് വരും 13. വില കൊടുക്കുമ്പോൾ 13 ഇൻറ്റു 13 14 ഇൻറ്റു 2n 2 ഇൻറ്റു 13 പ്ലസ് 1 23 26 27/6. ഇത് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാം. ഇവിടെ 6 30 വരും. എന്നിട്ട് ഗുണിക്കുക. 5 ഇൻറ്റു 31 ഇൻറ്റു 61 ഗുണിക്കണം. ഇവിടെ അതുപോലെ നമുക്ക് വെട്ടിച്ചുരുക്കാം അല്ലേ? 23 6 9 3 27. ഈ രണ്ടും വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 7 വരും. അപ്പോൾ ഇവിടെ ഗുണിക്കുക. എന്താണ്? 5 ഇൻറ്റു 31 5 ഇൻറ്റു 31 ഒരു 5 5 I 3 15 155 കിട്ടി. ഇൻറ്റു 61 ഗുണിക്കണം. 61 1 കൊണ്ട് 150 ഗുണിച്ചാൽ 155. 6 ഗുണിക്കുമ്പോൾ 6 5 30 ശിഷ്ടം 3 6 5 30 3 33 ശിഷ്ടം 3 ഒരു 6 3 9 കൂട്ടുമ്പോൾ 5 5 4 9. ഈ ഉത്തരം കിട്ടി 9455. ഇത് കാണുക. 13 91 91 ഇൻറ്റു 9 ഗുണിക്കുമ്പോൾ ഒരു 9 9 9 81. രണ്ട് ഉത്തരം കിട്ടി. കുറയ്ക്കുക. 9455 എന്ന് 819 കുറയ്ക്കുക. 6 9 15 3 2 3 5 6 8 14 1 8 9. ഉത്തരം 8636. ത്രികോണത്തിൻ്റെ വശങ്ങൾ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ വിസ്തീർണം കാണുക. നമുക്കൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വിസ്തീർണം കാണണം. ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത, ഇതിലത്തെ 3 4 5 ഇതിലത്തെ ചെറിയ 2 വശങ്ങൾ എടുക്കുക. ചെറിയ 2 വശങ്ങൾ ഏതൊക്കെ? 3ഉം 4ഉം. 3ൻ്റെ സ്ക്വയർ എത്രയേ? 9. 4ൻ്റെ സ്ക്വയർ എത്രയേ? 16. 5ൻ്റെ സ്ക്വയർ എത്രയേ? 25. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കൂ. 9ഉം 16ഉം കൂട്ടുമ്പോൾ 25 കിട്ടുന്നു. അതായത് ഈ ത്രികോണത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? വശങ്ങൾ എടുത്തിട്ട് ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടു. ചെറിയ 2 വശങ്ങളുടെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തപ്പോൾ അത് എന്തിനോട് തുല്യമായി? വലിയ വശത്തിൻ്റെ വർഗ്ഗത്തോട്, വലിയ വശത്തിൻ്റെ സ്ക്വയറിനോട് തുല്യമായി. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്യൂസ് സ്ക്വയർ. ഇത് ഏതിൻ്റെ ബന്ധം? മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. ഈ ബന്ധം വരിക കാരണം പൈത്തഗോറസ് സിദ്ധാന്തം ശരിയായതുകൊണ്ട് ഇത് മട്ടത്രികോണാണ്. മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ സൂത്രവാക്യം അര BH ആണ്. മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം അര BH. വില കൊടുക്കുക. അര ഇൻറ്റു Bയും Hഉം പാദവും ലംബവും. Bയും Hഉം പാദവും ലംബവും. ഇതിലേതാ പാദം ലംബം? 3ഉം 4ഉം. അതായത് ഏറ്റവും വലുത് കർണാണ്. അപ്പോൾ ഇത് കർണ ഹൈപ്പോട്യൂസ് ആണ്. അപ്പോൾ ഇതാണ് പാദം ലംബം. അര ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലേ? ഇത് ഗുണിക്കുമ്പോൾ ഒരു 3 3 4 12/2 6 എന്ന് കിട്ടും. നമുക്ക് ത്രികോണത്തിന് വിസ്തീർണം കിട്ടി 6 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഇനി ഇത് മട്ടത്രികോണാവും കൊണ്ട് ഇങ്ങനെ ചെയ്തു. ഈ വശങ്ങൾ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഇത് ഈ ബന്ധം കിട്ടുന്നില്ലെങ്കിൽ, പൈത്തഗോറസ് സിദ്ധാന്തം ശരിയാവുന്നില്ലെങ്കിൽ, ഇത് മട്ടത്രികോണം അല്ലെങ്കിലോ നമ്മൾ എങ്ങനെ ചെയ്യണം? അത് നോക്കാം. അതിനൊരു സൂത്രവാക്യമുണ്ട്. റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. നമുക്ക് ആദ്യം S കാണാം. S എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതി. S ചുറ്റളവിൻ്റെ പകുതി. ചുറ്റളവ് പറഞ്ഞാൽ ഇത് 3 കൂടി കൂട്ടുക. 3 4 7 7 5 12. ചുറ്റളവിൻ്റെ പകുതി കിട്ടണം. S ചുറ്റളവിൻ്റെ പകുതി. ചുറ്റളവ് 3 4 7 5 12. അതിൻ്റെ പകുതി 6. S 6 കിട്ടി. നമുക്കിത് ഓരോന്നും കാണുക. S മൈനസ് A എന്ത് വരും? S മൈനസ് A S എന്ന് ആദ്യത്തെ വശം കുറയ്ക്കുക. 6 എന്ന് 3 കുറച്ചാൽ 3 എന്ന് വരും.
എസ് മൈനസ് ബി 6 നിന്ന് 4 കുറച്ച 2 ഇത് 2 എന്ന് വരും. അതുപോലെ എസ് മൈനസ് സിയോ 6 നിന്ന് 5 കുറച്ച 1. ഇപ്പം ഇതെല്ലാം കിട്ടി. വില കൊടുക്കുക, സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. റൂട്ട് ഓഫ് എസ് എത്ര? 6 ഇൻറ്റു എസ് മൈനസ് എ എത്ര? 3 ഇൻറ്റു എസ് മൈനസ് ബി 2 ഇൻറ്റു അത് 1. ഇത് ഗുണിക്കുമ്പോൾ 6 3 18 2 36 എന്ന് വരും. 36 റൂട്ട് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? എത്ര ശതമാനമാണ് എന്ന് ചോദ്യം വരുമ്പോൾ നമ്മൾ ഏത് ബൈ ഏതിൻ്റെ ഇൻറ്റു 100 ഇങ്ങനൊരു സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. ഇത് വില കൊടുക്കുക. ഏതാണ് 90 സെൻറ്റിമീറ്റർ ബൈ ഏതിൻ്റെ 3 മീറ്ററിൻ്റെ 3 മീറ്റർ. അപ്പോൾ ഏത് 90 സെൻറ്റിമീറ്റർ ഏതിൻ്റെ 3 മീറ്ററിൻ്റെ പിന്നെ ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്ററാണ്, ഇത് മീറ്ററാണ്. യൂണിറ്റുകൾ ഒരുപോലെ വേണം കണക്ക് ചെയ്യാൻ. യൂണിറ്റുകൾ ഒരുപോലെ ആക്കണം. ഇത് സെൻറ്റിമീറ്റർ അപ്പോൾ മീറ്ററാണ്. നമുക്കറിയാം 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ, 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 90 സെൻറ്റിമീറ്റർ അതുപോലെ ഇടുക. 90 സെൻറ്റിമീറ്റർ ബൈ 3 മീറ്റർ എത്രയേ? 300 ഇപ്പോൾ സെൻറ്റിമീറ്ററായി, ഒരേ യൂണിറ്റായി, ഇൻറ്റു 100. നമുക്ക് സെൻറ്റിമീറ്ററും വിട്ട് കളഞ്ഞാൽ ഈ 100ഉം 300ഉം പിടിച്ചെടുക്കുമ്പോൾ 3 എന്ന് വരും അല്ലേ? അപ്പോൾ 90 ബൈ 3 ഉത്തരം 30% എന്നുത്തരം. 5 ബൈ 1 മൈനസ് റൂട്ട് 3ൻ്റെ വില കാണുക. 5 ബൈ 1 മൈനസ് റൂട്ട് 3 നമ്മൾ ചെയ്യേണ്ടത് ഛേദം നോക്കുക. ഛേദത്തിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം മാറ്റി, ഛേദത്തിൻ്റെ ഈ 2 സംഖ്യകളുണ്ടല്ലോ അതിനിടയ്ക്കുള്ള ചിഹ്നം മാറ്റി മുകളിലും താഴെയും ഗുണിക്കുക. ഛേദത്തിലെ 2 സംഖ്യകൾക്കിടയിലുള്ള ചിഹ്നം മാറ്റിയിട്ട് എതിർ ചിഹ്നം ഇട്ടിട്ട്, അതായത് ഇപ്പോൾ മൈനസാണ് പ്ലസ് ആക്കിയിട്ട് അംശത്തെയും ഛേദത്തെയും അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ 5 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം 1 പ്ലസ് റൂട്ട് 3 അതുകൊണ്ട് ഗുണിക്കുക. 1 പ്ലസ് റൂട്ട് 3 ബൈ അതുപോലെ ഛേദം എഴുതുക. എന്താ? ഇപ്പം 5 എഴുതിയിട്ട് അതിനെ ഗുണിച്ചു. അതുപോലെ ഛേദം എഴുതുക. 1 മൈനസ് റൂട്ട് 3 അതിനെയും ഈ 1 പ്ലസ് റൂട്ട് 3 കൊണ്ട് ഗുണിക്കുക. സമം ഈ അംശം അതുപോലെ എഴുതുക. 5 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ ഛേദം നോക്കൂ. 1 മൈനസ് റൂട്ട് 3 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. 1 മൈനസ് റൂട്ട് 3 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതുപോലെ ഇവിടെ എന്താ എഴുതുക? 1 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ. അപ്പോൾ വീണ്ടും അംശം നമ്മൾ അതുപോലെ എഴുതി. 5 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1 മൈനസ് റൂട്ട് 3ൻ്റെ സ്ക്വയർ 3. റൂട്ട് 3ൻ്റെ സ്ക്വയർ അതായത് ഒരു സംഖ്യയ്ക്ക് റൂട്ടും സ്ക്വയറും വന്ന ആ സംഖ്യ എഴുതിയാൽ മതി. ഒരു സംഖ്യയ്ക്ക് റൂട്ടും സ്ക്വയറും വന്ന ആ സംഖ്യ റൂട്ട് 3ൻ്റെ സ്ക്വയർ 3. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 അംശം അതുപോലെ എഴുതി ബൈ 1 3 കുറച്ചാൽ -2. നമുക്കിതിനെ ഈ 5 ബൈ 2നെ ഒന്നിച്ച് എഴുതുക. 5 ബൈ 2നെ അതിന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 5 ബൈ -2 പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -5 ബൈ 2 എന്ന് എഴുതാം. അതിനെ 5 ബൈ -2 എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. കാരണം നെഗറ്റീവും പോസിറ്റീവും ഹരിച്ചാൽ നെഗറ്റീവ് വരും. ഇവിടെ അതെ പോസിറ്റീവ് നെഗറ്റീവ് ഹരിച്ചാൽ നെഗറ്റീവ് വരും. അപ്പോൾ ഈ ചിഹ്നം എവിടെയെങ്കിലും ഒന്നിട്ടാൽ മതി. അംശത്തിലിട്ടു -5 ബൈ 2. പിന്നെ എന്താണുള്ളത്? അതിൻ്റെ കൂടെ ഉത്തരം ഇതാണ്. എന്താണ്? -5 ബൈ 2 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3. അതിൽ A/B സമം 2:5, B/C സമം 4:3, A/B/Cയുടെ വില കാണുക. നമുക്ക് ഈ കണക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി നമുക്ക് ഇത് എഴുതുക. A/B, B/C. നമുക്ക് A/B, B/C എന്ന ക്രമത്തിൽ എഴുതാം. A/B ഈ ബിയുടെ താഴെ അടുത്ത B/C എഴുതി. അതുപോലെ സംഖ്യകൾ എഴുതുക. ആദ്യത്തെ എത്ര? 2:5, 4:3, 4:3. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കിവിടെ 2 വരിയാണ്. ഒരു വരി രണ്ടാമത്തെ വരി, ഒരു വരി രണ്ടാമത്തെ വരി. ഈ വരിയിൽ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. ഈ വരിയിൽ ഇവിടെ ശൂന്യമാണ്, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ സംഖ്യ തന്നെ അങ്ങോട്ട് എഴുതുക. ഈ വരിയിൽ ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ സംഖ്യ തന്നെ അങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 5 ഇടുക. അതുപോലെ ഈ വരിയിലോ ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ സംഖ്യ ഇങ്ങോട്ട് എഴുതുക. ഈ വരിയിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ സംഖ്യ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് 4 എഴുതുക. ഇനി നമ്മൾ ഓരോ കോളം ഇങ്ങനെ ഓരോ കോളങ്ങളായിട്ട്
ഗുണിക്കുക 2 × 4 8 = 5 × 4 20 = 5 × 3 15 A/B/C 8 20 15. ഇതാണ് ഒന്നാം രീതി. രണ്ടാമത്തെ രീതി നമ്മൾ A/B എന്നെഴുതി A/B B/C ഇവിടെ എഴുതിയ പോലെ എഴുതി. എന്നിട്ട് അതുപോലെ സംഖ്യകൾ എഴുതുക. 2:5 പിന്നെ 4:3 എന്നെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവുക. ഈ രീതിയിൽ 2 തുടങ്ങുന്നത്. 2:5 4:3. അപ്പോൾ 2 തുടങ്ങുക. 2 4 4 5 പോയി 5 3 പോവുക. എന്നിട്ട് ഗുണിക്കുക. 2 × 4 8 4 × 5 20 5 × 3 15. ഉത്തരം 8 20 15. 8 14 24 38 ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിലത്തെ വിട്ടുപോയ സംഖ്യ കാണണം, മിസ്സിംഗ് നമ്പർ കാണണം. നമുക്ക് 8 14 പ്ലസ് 6 8 6 14. 14 24 പ്ലസ് 10 14 10 24. 24 38 പ്ലസ് 14 24 14 38. അപ്പോൾ ആദ്യം 6 കൂട്ടുന്നു, പിന്നെ 10 കൂട്ടുന്നു, 14 കൂട്ടുന്നു. അപ്പോൾ കൂട്ടേണ്ട സംഖ്യകൾ 4 കൂടി പോവുകയാണ്. കൂട്ടേണ്ട സംഖ്യകൾ 4 കൂടി പോവുക. 6 പിന്നെ 4 10 കൂടുന്നു, 14 കൂടുന്നു. അപ്പോൾ ഇനി കൂട്ടേണ്ട സംഖ്യ എത്ര? 14 4 18 കൂട്ടണം അല്ലേ? 18 കൂട്ടണം. ഏതിൻ്റെ കൂടെ? 38ൻ്റെ കൂടെ 18 കൂട്ടണം. 38 8 46 10. ഉത്തരം 56. വൃത്താകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ വ്യാസം 49 മീറ്റർ. മീറ്ററിന് 40 പൈസ നിരക്കിൽ ചുറ്റും വേലി കെട്ടാൻ ചിലവ് എത്ര രൂപ? ഏകദേശ ചിത്രം ഇതാണ് വരയ്ക്കുകയാണ്. വൃത്താകൃതിയിലുള്ള കളിസ്ഥലം, ഇതിൻ്റെ വ്യാസം 49 മീറ്റർ. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ്. ഡയമീറ്റർ അതായത് ഇത് കേന്ദ്രമാണെങ്കിൽ ഇത് നമ്മൾ വൃത്തത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ദൂരം, ഇതിനാണ് നമുക്ക് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുക. അത് തന്നിട്ട് 49 മീറ്റർ. ഇനി എന്താ? മീറ്ററിന് 40 പൈസ നിരക്കിൽ ചുറ്റും വേലി കെട്ടാൻ ചിലവ്. അതായത് ഇതിന് ചുറ്റും കമ്പി വേലി കെട്ടണം. അപ്പോൾ കമ്പി വേലി ഇവിടുന്ന് കിടത്തങ്ങി ഇങ്ങനെ ഒരു ഭാഗം ഇതുവരെ വരണം. ഇതിന് എത്ര കമ്പി വേണം എന്ന് പറഞ്ഞാൽ ഈ നീളമാണ് അല്ലേ? കമ്പി ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചുറ്റും വേലി കെട്ടുമ്പോൾ ഇതുവരെ കെട്ടണം. അതായത് കമ്പിയുടെ നീളമാണ്. ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ? കമ്പിയുടെ നീളം പറയുന്നത് ചുറ്റളവാണ്. അപ്പോൾ നമ്മൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുക. വൃത്തത്തിൻ്റെ ചുറ്റളവ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം πd ആണ്. പൈ വില 22/7 ഇൻറ്റു ഡി ഡയമീറ്റർ വ്യാസം എത്രയാണ്? 49. ഇത് പഠിച്ചെടുക്കുമ്പോൾ 7 7 49. 22 7 ഗുണിക്കുമ്പോൾ 154. ഇത് ചുറ്റളവല്ലേ? മീറ്റർ എന്നർത്ഥം. അതായത് ഈ വൃത്തത്തിന് ചുറ്റളവ് കിട്ടി നമുക്ക്. കളിസ്ഥലത്തിന് ചുറ്റളവ് 154 മീറ്റർ. അതായത് 154 മീറ്റർ കമ്പി വേണം. വേലി കെട്ടാൻ 154 മീറ്റർ കമ്പി വേണം. 1 മീറ്റർ കമ്പിയുടെ വില 40 പൈസയാണ്. 1 മീറ്റർ കമ്പി 40 പൈസ. അപ്പോൾ ഇത്രയും മീറ്ററിന് എത്ര ചിലവ് വരും? 1 മീറ്ററിന് 40 പൈസയാണെങ്കിൽ 154 മീറ്ററിന് 154 ഇൻറ്റു 40 ഗുണിക്കുക. 4 4 16 ശിഷ്ടം 1 4 5 21 21 ശിഷ്ടം 2 1 4 2 6 ഈ ഒരു 0 6660 പൈസ. കാരണം ഇത് പൈസ ഇല്ലേ? മീറ്റർ 40 പൈസ. അപ്പോൾ ഈ 154 മീറ്ററിന് അതായത് ചുറ്റും വേലി കെട്ടാൻ 6160 പൈസ വേണ്ടി വരും. നമ്മളിതിനെ രൂപയാക്കിയിട്ട് എഴുതുന്നത് പൈസയിൽ രൂപയാക്കിയിട്ട്. പൈസയെ രൂപയാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 100 കൊണ്ട് ഹരിക്കണം. പൈസയെ രൂപയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ 2 സ്ഥാനം ഇവിടെ നീക്കിയിട്ടാൽ മതി, കുത്തിട്ടാൽ മതി. 61.60. ഇത് പൈസ ഇരുന്ന് 6160, ഇത് 61.60. ഇപ്പം ഇത് റുപ്പീസ്. ഇതാണ് ചിലവ്. 81 ഘാതം -4 ഹരിക്കണം 729 ഘാതം 2 - x സമം 9 ഘാതം 4x ആയാൽ എക്സിൻ്റെ വില കാണുക. എക്സിൻ്റെ വില കാണണം. എക്സ് കൃത്യങ്ക സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പാദങ്ങളെല്ലാം തുല്യപ്പെടുത്തണം. പാദം പറഞ്ഞാൽ ഈ അടിയിലുള്ളത് ഇത് കൃത്യങ്കം, ഇത് പാദം. 81 729 9 ഇതെല്ലാം തുല്യപ്പെടുത്തണം. 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 സ്ക്വയർ. 9 × 9 81 ആണ്. അപ്പോൾ 81ന് പകരം 9 സ്ക്വയർ ഇട്ടു. അതിൻ്റെ കൃതി -4.
ഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ നടാം, ഹരിക്കണം എന്ന് പറഞ്ഞാൽ ബൈ ഇട്ടു. അതുപോലെ 729 81നെ ഒരു 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അതായത് 9ന്റെ ക്യൂബാണ്. 9 × 9 × 9 ആണ് 729. അപ്പോൾ 729ന് 9 ഘാതം 3 അതിൻ്റെ കൃതിയായിട്ട് ഇത് എഴുതുക. എന്ത് 2 - x സമം ഇവിടെ 9 ഘാതം 4x. ഇനി ഇത് കൃത്യഗതിയും എന്താ a ഘാതം m ഹോൾ ഘാതം n. എന്താണ് a ഘാതം m × n. ഇങ്ങനെ വരുമ്പോൾ കൃതികൾ തമ്മിൽ ഗുണിക്കണം. അതുപോലെ ഇവിടെ എന്ത് വരും? ഇത് 2 ആണ് കേട്ടോ. എന്താ ഇടുക? a ഘാതം. അതുപോലെ ഇവിടെ 9 ഘാതം ഇത് ഗുണിക്കുക. m × n ഗുണിച്ച പോലെ 2 × 4 -8 ബൈ അതുപോലെ താഴെ എഴുതണം. പക്ഷേ താഴെ എഴുതുന്നത് എന്താണ്? ഇവിടെ 2 2 ഗുണിക്കണം. 3 കൊണ്ട് 2 ഗുണിക്കണം. അപ്പോൾ 9 എന്നുള്ളത് 9 ഘാതം 3 × 2 6 3 × -x -3x 2 ഗുണിച്ചു സമം വലതുവശത്ത് 9 ഘാതം 4x. ഇനി ഇതെന്താ കൃത്യങ്ങൾ നിയമം? a ഘാതം m ബൈ a ഘാതം n. ഇങ്ങനെ വരുമ്പോൾ a ഘാതം m - n. അപ്പോൾ അതുപോലെയാണ് a ഇവിടെ 9 അപ്പോൾ നമ്മൾ a എന്ന് എഴുതുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ എഴുതുക? 9 ഘാതം m എന്ന് n കുറച്ചു. -8 എന്ത് കുറയ്ക്കണം? 6 - 3x കുറയ്ക്കണം. ഇതിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഇത് ബ്രാക്കറ്റ് ഇടണം. കാരണം ഇത് 2 കുറയ്ക്കേണ്ടതാണ്. 2 കുറയ്ക്കുമ്പോൾ മൈനസ് ഓഫ് എന്നിട്ടിട്ട് വേണം എഴുതാൻ. സമയം എന്താ? 9 ഘാതം 4x. ഇപ്പം എന്തായി? കൃതികൾ അല്ല പാദങ്ങൾ തുല്യമായി. പാദങ്ങൾ തുല്യമായാൽ ഇതൊരു സമവാക്യമാണ്. പാദങ്ങൾ തുല്യമായി കൃതികൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 2 തുല്യമാണ്. ഇവിടെ എന്താണ്? -8. നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ 2 ചിഹ്നം മാറ്റണം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ പുറത്ത് മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റ് കളയുമ്പോൾ 2 ചിഹ്നം മാറ്റണം. അപ്പോൾ ഇത് പോസിറ്റീവ് ആർ എന്താവും? -6 -3x എന്നുള്ളത് +3x സമം ഇവിടെ എന്താ? 4x. ഇനി x ഒക്കെ ഒരു ഭാഗത്ത്, സംഖ്യകൾ ഒരു ഭാഗത്ത്. -8 -6 -14 സമം ഇവിടെ എന്തുണ്ട്? 4x. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി -3x. -14 സമം 4x 3x കുറച്ച് 1x. എക്സിൻ്റെ വില -14. മണിക്കൂറിൽ 66 കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് കാണേണ്ടത് ദൂരമാണ്. ദൂരം കാണാനുള്ള സൂത്രവാക്യം വേഗത ഇൻറ്റു സമയം. ദൂരം സമം വേഗത ഇൻറ്റു സമയം. വില കൊടുക്കുക. ദൂരം കാണണം. വേഗത എത്രയാണ്? മണിക്കൂറിൽ 66 കിലോമീറ്റർ. മണിക്കൂറിൽ 66 കിലോമീറ്റർ, അതായത് 66 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 66 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത. സമയമോ? സമയം 2 മണിക്കൂർ 10 മിനിറ്റ്. 2 മണിക്കൂർ 10 മിനിറ്റ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ യൂണിറ്റുകൾ ഒരുപോലെയല്ല. ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റ് എന്താ? മണിക്കൂറാണ്. സമയത്തിൻ്റെ യൂണിറ്റ് മണിക്കൂറാണ്. ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റോ? മണിക്കൂർ മാത്രമല്ല 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മണിക്കൂറാക്കി മാറ്റണം. ഈ മിനിറ്റിനെയും കൂടി മണിക്കൂറാക്കി മാറ്റണം. അപ്പോഴേ ഒരു യൂണിറ്റ് ഒരുപോലെ വരുന്നുള്ളൂ. അപ്പോൾ ഈ 10 മിനിറ്റിനെ കൂടി മണിക്കൂറാക്കണം. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക? മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 10 മിനിറ്റിനെ മണിക്കൂറാക്കാൻ 10/60 ഹരിക്കുമ്പോൾ വെട്ടിപ്പോയിട്ട് 1 10 10 6 10 60 ഇത്രയും. അപ്പോൾ 10 മിനിറ്റ് എന്തായി? 1/6 മണിക്കൂറാണ്. അപ്പോൾ ഇതിൽ വില കൊടുക്കാം. ഇനി 66 ഇൻറ്റു 2 മണിക്കൂർ 10 മിനിറ്റ് പറയുമ്പോൾ 2 മണിക്കൂറുണ്ട്. അതിൻ്റെ കൂടെ ഈ 10 മിനിറ്റിനെ നമ്മൾ മണിക്കൂറാക്കിയപ്പോൾ 1/6 മണിക്കൂർ കിട്ടി. 2 കൂടി മണിക്കൂറാക്കി എഴുതുക. 2 മണിക്കൂറും 1/6 മണിക്കൂറും, അതായത് 2 1/6. 2ഉം 1/6 കൂട്ടി 2 1/6 10 മണിക്കൂറായി. ഇപ്പോൾ യൂണിറ്റ് ഒരുപോലെ സമം 66 ഇൻറ്റു മിശ്രഭിന്നം മാറ്റുക. 6 12 13/6. 6 12 13/6. ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ 11 66. 11 ഇൻറ്റു 13 143. ദൂരാണ്. ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താ? അവിടെ എത്രയാണ്? ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ. ഉത്തരം 143 കിലോമീറ്റർ. 12 15 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 7 10 13 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക. 12 15 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 7 10 13 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഈ 2 വാക്കുകൾ എന്നീ സംഖ്യകൾ കൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ, ഇത് രണ്ടും LCയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്കിവിടെ LC ആണ് കാണേണ്ടത്, ലസാഗുവാണ് കാണേണ്ടത്. ഏതിൻ്റെയൊക്കെ? 12 15 18 ഈ സംഖ്യകളുടെ ലസാഗു കാണണം. എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 3 4 3 12 5 3 15 6 3 18. 3നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല. 4നെയും 6നെയും 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഈ 2 4, 5നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 5 ഇറക്കിയിട്ടു. 6ൽ 2
26. ഇനി ഇവിടെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല, LCM കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക. 3 × 2 6, × 2 12, × 5 60, × 3 നമുക്ക് ലസാഗു കിട്ടി 180. ഇനി നമുക്ക് നിശേഷം ഹരിക്കുക എന്നല്ല പറയണത്, നിശേഷം ഹരിക്കല്ല, ശിഷ്ടം വരണം. ഏതൊക്കെ? 7, 10, 13 ശിഷ്ടം വരണം. അപ്പോൾ ഇത് നോക്കൂ, ഇതിലത്തെ ഒന്നാമത്തെ സംഖ്യ 12, അതിൽ നിന്ന് 7 കുറയ്ക്കുക. 12 നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 5. രണ്ടാമത്തെ സംഖ്യ എടുത്ത് രണ്ടാമത്തെ ശിഷ്ടം കുറച്ച് നോക്കൂ. 15 നിന്ന് 10 കുറച്ച 15 നിന്ന് 10 കുറച്ച 5. മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ ശിഷ്ടം 18 നിന്ന് 13 കുറച്ച് നോക്കൂ. 18 കുറയ്ക്കണം 13, 5. അതായത് ഈ വ്യത്യാസങ്ങൾ തുല്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് അവസാനം എന്ത് ചെയ്യണം? ലസാഗു കണ്ടതിന് ശേഷം ഈ വ്യത്യാസം കുറയ്ക്കണം. നമ്മളിപ്പോൾ ലസാഗു കണ്ടുപിടിച്ചു, അതിന് ശേഷം ഈ വ്യത്യാസം, പൊതുവായ വ്യത്യാസം എത്രയാണ്? 5. അത് കുറയ്ക്കുക. 180 നിന്ന് 5 കുറച്ച ഉത്തരം 175.